എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനൊരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ തന്തൂരി മസാല. അതിന് വേണ്ടത് 1/2 കിലോ ചിക്കൻ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിക്കൻ തന്തൂരി മസാല ചേർക്കുക. അതിലേക്കൊരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ഒരു 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. അത് നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ വീതം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് 1 ടീസ്പൂണിൻ്റെ അത്ര വിനീഗർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് 2 മണിക്കൂർ മാറ്റി വെക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 3 ഉള്ളി കട്ട് ചെയ്തത്. 3 ഉള്ളി അങ്ങനെ നേരിയതായിട്ട് കട്ട് ചെയ്യണമെന്നില്ല, നമുക്ക് അരക്കാൻ വേണ്ടിയിട്ടാണ് 3 ഉള്ളി കട്ട് ചെയ്തത്. പിന്നെ 2 പച്ചമുളക്, ഒരു ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത് വഴന്നിട്ട് ശേഷം അത് തണിഞ്ഞതിന് ശേഷം കൂടായതിന് ശേഷം നമ്മൾ അരച്ച് വെക്കുക. അതുപോലെ ഒരു 10 കാഷ്യൂ എടുത്തിട്ട് സോക്ക് ചെയ്തിട്ട് അതും കൂടി പേസ്റ്റാക്കി വെക്കണം. എന്നിട്ട് ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ 2 മണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്യാം. ഇത് തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ്. വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒരു 2 ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് അത് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു 2-3 കായ്മുളക് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അത് മൂപ്പിച്ചെടുക്കുക. അത് നന്നായിട്ട് നല്ല മൂത്ത സ്മെല്ല് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിൻ്റെ പേസ്റ്റ് അല്ലേ, അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മളൊരു 2 ടീസ്പൂണ് പിന്നെ ടൊമാറ്റോ പ്യൂരി ചേർക്കണം. നമ്മൾ ചിക്കൻ ഇപ്പുറത്തെ അടുപ്പിൽ നിന്ന് ചിക്കൻ അവിടെ നിന്ന് ഫ്രൈ ആകുന്നുണ്ട്. ടൊമാറ്റോ പ്യൂരി ചേർത്തിട്ട് അതിലേക്ക് ഇളക്കുന്നതിലേക്ക് ഒരു കുറച്ച് ജീരക പൗഡർ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ്. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. സ്പൈസി വേണ്ടാൽ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇവിടുന്ന് ആകുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസ് ഒഴിക്കാം. 1-1.5 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിത് ചിക്കന് നന്നായിട്ട് ഫ്രൈ ആയിരിക്കുകയാണ്. അതിൽ ആ ഫ്രൈ ആയ ചിക്കന് ആ ഓയിലോട് കൂടി തന്നെ നമ്മളെ ആ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്തിന് അതിലേക്ക് ഒരു ടീസ്പൂൺ അത്ര കസൂരി മേത്ത്, 1-1.5 ടീസ്പൂൺ കസൂരി മേത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. കാരണം ഞാൻ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. ആ സമയത്ത് ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. എന്നിട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളക്കാൻ വെക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആ കാഷ്യൂ പേസ്റ്റ്, ഒരു 10 കാഷ്യൂ ആണ് നമ്മൾ പേസ്റ്റ് ആക്കേണ്ടത്. ആ 10 കാഷ്യൂവിൻ്റെ പേസ്റ്റ് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അത് ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ചിട്ട് ഇതാക്കണം, മൂടി വെക്കണം. എണ്ണ തെളിഞ്ഞ് വരുന്നവരെ അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മളെ ചിക്കൻ തന്തൂരി മസാല റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. ഞാൻ കുറേ മുമ്പ് പരീക്ഷിച്ചൊരു റെസിപ്പിയാണ്. ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്ത റെസിപ്പിയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്യുക. നല്ല നമ്മളെ പൊറോട്ടൻ്റെ കൂടെയും ഭട്ടൂരേൻ്റെ കൂടെയെല്ലാം നല്ല ടേസ്റ്റാണ് ചപ്പാത്തി.
എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് അടിപൊളി റെസിപ്പിയുമായി കാണാം.